യൂറോ കപ്പിൽ ഗ്രൂപ്പ് സിയിൽ നടന്ന മത്സരത്തിൽ സമനിലയിൽ പിരിഞ്ഞ് സ്ലൊവേനിയയും ഡെൻമാർക്കും. ഈ യൂറോ കപ്പിലെ ആദ്യ സമനില മത്സരമാണിത്. സ്റ്റുഗർട്ട് അരീനയിൽ നടന്ന മത്സരത്തിൽ ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി. കളിയിൽ തുടക്കം മുതൽ മികച്ചു നിന്നത് ഡെൻമാർക്കാണ്. എന്നാൽ ലഭിച്ച അവസരങ്ങൾ പാഴാക്കിയത് ഡെൻമാർക്കിന് തിരിച്ചടിയായി. മത്സരത്തിൻ്റെ 17-ാം മിനിറ്റിൽ ഡെൻമാർക്ക് ലീഡെടുത്തു. സൂപ്പർ താരം ക്രിസ്റ്റ്യൻ എറിക്സനാണ് ഡെൻമാർക്കിനായി ഗോൾ നേടിയത്. ഗോളിന് ശേഷം നിരവധി അവസരങ്ങൾ ഡെൻമാർക്ക് സൃഷ്ടിച്ചെങ്കിലും ഗോൾ നേടാൻ അവർക്കായില്ല. രണ്ടാം പകുതിയിൽ സ്ലൊവേനിയ പതിയെ കളിയിലേക്ക് തിരിച്ചു വന്നു. അവസാനം 77-ാം മിനിറ്റിൽ എറിക് യാൻസനിലൂടെ സ്ലൊവേനിയ മത്സരം സമനിലയിലാക്കി. മത്സരത്തിലെ കണക്കുകളിലേക്ക് വന്നാൽ 68% സമയവും പന്ത് കൈവശം വെച്ച് കളിച്ചത് ഡെൻമാർക്കായിരുന്നു. 16 ഷോട്ടുകളാണ് ഡെൻമാർക്ക് തൊടുത്തത്. 4 ഷോട്ട് ഓൺ ടാർഗറ്റ്. 657 പാസുകൾ 88% കൃത്യതയോടെ ഡെൻമാർക്ക് പൂർത്തിയാക്കി. 11 ഷോട്ടുകളാണ് സ്ലൊവേനിയ തൊടുത്തത്. 2 ഷോട്ട് ഓൺ ടാർഗറ്റ്. ഇനി ഡെൻമാർക്ക് ഇംഗ്ലണ്ടിനോടും സ്ലൊവേനിയ സെർബിയയോടും ഏറ്റുമുട്ടും. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.